ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമി വ്ളോഗ്. അപ്പോൾ ഈ ഒരു എയർലൈൻ കുർത്തേൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ ത്രോട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു കുർത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എയർലൈൻ അല്ല, ഇതിൻ്റെ നെക്കിൽ കണ്ടോ ഇതുപോലെ ഒരു ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു എയർലൈൻ കുർത്തിയാണ്. ഇപ്പം കുറച്ച് ട്രെൻഡി ആയിട്ട് എല്ലാവരും ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫാബ്രിക്കിനെ നമ്മൾ 2 ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോൾഡർ ഫസ്റ്റ് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനൊരു 6.5 മാർക്ക് ചെയ്യുന്നത്. ശരിക്കും ഷോൾഡർ വരുന്നത് 14 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 7 മാർക്ക് ചെയ്യുന്നത്, പക്ഷേ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യണത്. കാരണം വി ഫ്രണ്ടിൽ ഒരു 8 ഇഞ്ചസോളം വി നെക്ക് ഡെപ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ താഴേക്കും 6.5 മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഡൗൺ മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് നേരെ താഴെ 1 ഇഞ്ച് ഒരു ഡൗൺ കൊടുത്തിട്ട് 2.5 ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. അത് ഫിക്സാണ്. എന്നിട്ട് 2.5 ഈ 1 ഇഞ്ചിലേക്ക് ഡൗൺ ചെയ്തില്ലേ അതിലേക്ക് സ്ലൈഡ് ചെയ്തത് മാർക്ക് ചെയ്യാം. പിന്നെ ആം ഹോൾ നമ്മൾ 6.5 മാർക്ക് ചെയ്യുക. അതൊരു ബോക്സാക്കി വരയ്ക്കുക. ആം ഹോളിൻ്റെ ഷേപ്പിൽ കെർവിയാക്കി വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗം 2.5 മാർക്ക് ചെയ്തിട്ട് ആണ് നമ്മളിതുപോലെ ഒരു സ്ലൈഡ് ചെയ്തിട്ട് ഒരു ഡ്രോ ചെയ്യേണ്ടത്, ഒരു ലൈൻ ഡ്രോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതുപോലെ ഷോർട്ട് സ്ലോപ്പ് ഇതുപോലെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫിറ്റിംഗ് കറക്റ്റായിട്ട് വരുന്ന പോലെ എനിക്കിപ്പം റീസെൻ്റ്ലി ചെയ്യുമ്പം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മിക്ക കുർത്തീസും ഡ്രസ്സസൊക്കെ ചെയ്യുമ്പോഴത്തേനും 1 ഇഞ്ച് ഷോർട്ട് സ്ലോപ്പ് കൊടുക്കുന്നത്. എന്നാൽ ചില ഡ്രസ്സ് നമ്മളതിന് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ കുർത്തീസും ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ കൊടുത്തിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് ഷോൾഡർ റെഡി ടു ഷോൾഡർ എത്ര വേണം. അപ്പോൾ 2 ഇഞ്ച് ആണെങ്കിൽ 1/2 ഇഞ്ച് രണ്ട് സൈഡിലും സീമ് പോകുന്ന രീതിയിൽ 3.5 കൊടുക്കുക. 3 കൊടുക്കുക. അതുപോലെ എത്രയാണ് നിങ്ങൾക്ക് റെഡി ടു ഷോൾഡർ വേണ്ടത് അത് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും ഷോൾഡറും പിന്നെ അതുപോലെ നെക്കും സീമ് ഇട്ടേക്കാം. ഓക്കെ, ഇനി നെക്കിൻ്റെ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷൻ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം നെക്കിന് ഡെപ്ത് വേണം, ഡീപ്പ് കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നെക്ക് കറക്റ്റ് നമ്മൾ പിടിച്ചിട്ട് ഒരു ലൈൻ വി ഷേപ്പിൽ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് വി ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് ഒരു കെർവി ആക്കിയിട്ടുള്ള ഒരു വി ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഇത് ടൈപ്പ് ഓഫ് ഇത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആം ഹോള് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോർണറിൽ നിന്നും ഒരു 1 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ലൈനില്ലേ 6 ഇഞ്ചിൻ്റെ മിഡിൽ 3 മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നമ്മളൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആം ഹോള് നമുക്കിതുപോലെ കുഴിച്ച് ഒന്ന് വരച്ചെടുക്കണം. ഇനി ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് വേണം ഒരു ഈസ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കറക്റ്റ് എത്രയാണോ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യാം. ഒരു 2 ഇഞ്ചസ് സീം അലവൻസ് കൊടുക്കാം. ഒരു 1 ഇഞ്ച് 1.5 കൊടുത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പുള്ള ഡ്രസ്സസൊക്കെ ചെയ്യുമ്പം 2 ഇഞ്ചസൊക്കെ കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ്. ഒരു 1.5 മാക്സിമം കൊടുത്താൽ മതി കേട്ടോ. ഞാനത് കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയും ഉള്ളിൽ നിന്ന്. ഓക്കെ, അപ്പം ഒരു 1.5 ഒക്കെ ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് ആം ഹോൾ കർവർ വെച്ചിട്ട് പോലെ നീറ്റായിട്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കാം. പിന്നെ ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം ഞാൻ ലൈനിങ്ങിലാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ലൈനിങ് നമ്മൾ സാധാരണ എയർ ലൈൻ എങ്ങനെയാണോ മാർക്കിങ് കട്ടിങ് അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ആം ഹോള് നമുക്ക് 1/2 ഇഞ്ച് കുറച്ച് കയറ്റി സാധാരണ കുഴിച്ച് അല്ലാതെ ഒന്ന് നേരെ വരച്ചേക്കാം. അപ്പോൾ ലൈനിങ് രണ്ടും ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിനെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ തുടക്കത്തിലൊന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ വരുമ്പോഴത്തേനും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ടിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് നമുക്ക് ഒരേപോലെ ഇട്ടിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഇതിന് സിബൊന്നും വെക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആം ഹോളൊക്കെ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കറക്റ്റ് തന്നെയല്ലേ വന്നിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതിനിപ്പോൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. കുറവാണെങ്കിലൊന്ന് കുഴിച്ച് വെട്ടുക, കൂടുതലാണെങ്കിലൊന്ന് കയറ്റി വരയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ബസ്റ്റിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു ഭാഗത്തെ ഷേപ്പ് കൊടുക്കുക. പിന്നെ അതുപോലെ വേസ്റ്റ് 14 ഇഞ്ചസിലായിരിക്കും എല്ലാവർക്കും. അപ്പോൾ വേസ്റ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തേക്കാം.
അപ്പോൾ ഇത് ഫ്രണ്ടിലെ ഒരു ബോക്സ് പ്ലീറ്റിംഗ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു എയർ ലൈൻ കുർത്തി ആയതുകൊണ്ട് നമുക്ക് ഡാർട്ടൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ കിടക്കുന്ന കുർത്തീസ് ആകുമ്പോഴാണ് നമ്മൾ ഡാർട്ടൊക്കെ ഇടേണ്ടത്. ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തിക്കൊന്നും നമുക്ക് ഡാർട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഓരോരോ മെഷർമെൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ബസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചസിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ബസ്റ്റ് എത്രയാണോ വരുന്നത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ ഞാനതിൽ നോക്കിയിട്ട് ബുക്കിലൊക്കെ നോക്കിയിട്ട് പതുക്കെയാണ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ്, ഒരു 10.5 ആണ്. ഓക്കെ. ഇപ്പോൾ ഐ തിങ്ക് ഒരു ബസ്റ്റ് ഇപ്പം എത്രയുണ്ടായിരിക്കും, ഒരു അറൗണ്ട് വേണ്ട, മാക്സിമം ഞാൻ കുറച്ച് വീക്കാണ്. ഓക്കെ, 14 ഇഞ്ചസിൽ നമുക്ക് വേസ്റ്റ് എത്രയാണോ വേസ്റ്റ്, ഇപ്പം നിങ്ങൾക്ക് 28 ആണ് വേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, 7 മാർക്ക് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ഇവിടെ വേസ്റ്റ് വരുന്നത് അതിന് ഡിവൈഡഡ് ബൈ 4. ഇനിയിപ്പോൾ കുറച്ച് ഈസ് വേണം, ഒറ്റുകൂടെ ഒരു ലൂസിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ. 1/2 ഇഞ്ചൊക്കെ ഈസ് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിന് ഞാൻ സിബൊന്നും വെക്കുന്നില്ല. സിബ് വെക്കുന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ നമ്മൾ ഒരു 1/2 ഇഞ്ച്, ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ബാക്കിലത്തെ പോർഷനെ നമ്മളൊരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് മാർക്ക് ചെയ്തതിൽ കൂടെയൊക്കെ ഒന്ന് കറക്റ്റ് വരച്ചെടുക്കുക, സീം കൊടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിയിലേക്ക് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഡ്രോ ചെയ്തിട്ടാൽ മതി. ഏറ്റവും അടിയിൽ ഒരു 2.5 ഇഞ്ചസ് ഒന്ന് കയറ്റി മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു കെർവി ആക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ അടിയ ഭാഗം നമ്മൾ എയർലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ തൂക്കിക്കെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഒന്ന് കെർവിയാക്കി വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചസ് ലെങ്ത്താണ് കുർത്തിക്ക് ആവശ്യം, ഇപ്പോൾ 45 ഇഞ്ചസ് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 46 മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം സീം അലവൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതിന് ഞാൻ ഫുള്ളായിട്ട് എടുത്ത വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ താഴത്തെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എനിക്ക് പോയിട്ട് ക്യാമറയുടെ ആംഗിൾ തിരിച്ച് ഇതുപോലെ താഴത്തേക്ക് കാണിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. താഴെ നമുക്കൊരു കുറച്ച് സെയിം അലവൻസ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ലെങ്ത് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിൽ ഇട്ടാൽ മതി. ഇനി ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരെ കൊണ്ടുവന്നിട്ട് മെയിൻ ഫാബ്രിക്കിലേക്ക് വെക്കാം. അപ്പോൾ ഇത് മെയിൻ ഫാബ്രിക് 2 ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ബോക്സ് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചസ് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്തിട്ട് ആ 6 ഇഞ്ചിൽ നിന്ന് നേരെ നീക്കി വേണം ഈ നമ്മളെന്താ ലൈനിങ് കട്ട് ചെയ്തത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നേരെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു ലൈനിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. ഇതിപ്പം എൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ ഫാബ്രിക്കിൻ്റെ. നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ റോങ് സൈഡ് ഇടേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഫാബ്രിക് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടതാണ്. ഇനി ബാക്കി ഈ 6 ഇഞ്ച് നീക്കിയിട്ട് വെച്ചല്ലോ, ആ ബാക്കി ഭാഗമൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് അതേ ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തേക്കൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെയാണോ ലൈനിന് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് വരയ്ക്കില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ ഒരു 6 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ, അതിലെ മറച്ചിട്ടിട്ട് സ്ട്രെയിറ്റ് നെക്കിൽ നിന്ന് ഒരു 1 ഇഞ്ച് ഒരു 2 ഇഞ്ച് ഇറക്കി നന്നായിട്ട് 2-3 ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്ത് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് കറക്റ്റ് എവിടെയാണോ 8 ഇഞ്ചസ് വരുന്നത് അവിടം വരെ കട്ട് ചെയ്ത് നിർത്താം. എന്നിട്ട് നമ്മൾ ഈ 6 ഇഞ്ചസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗത്തു നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റായി കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇവിടെ ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് നേരെ സെൻറ്ററിലേക്ക് 2 സൈഡിലേക്കും ഈക്വലായിട്ട് 3 ഇഞ്ച് വരണം. എന്നിട്ടൊന്ന് മടക്കി 2 സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ പിൻ ചെയ്തിട്ട് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ മറിച്ചിടുക. ഓക്കെ, ഫാബ്രിക് നേരെ മറിച്ചിട്ടിട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ബോക്സ് പ്ലേറ്റ് കിട്ടും. അപ്പം നിങ്ങൾ ഈ 6 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ഒരു അടി കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഇത് കൊടുക്കുന്നത് നെക്കിൽ നിന്ന് ഒരു 2 ഇഞ്ചസൊക്കെ ഇറക്കി കൊടുത്താൽ മതി. ഞാൻ അപ്പം അതിനേക്കാളും കുറച്ചും കൂടി കൂട്ടി ചെയ്തിട്ടുണ്ട്. അവിടെ ബട്ടൺ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്രയും കൊടുക്കേണ്ട കാര്യം ഒരു 1 ഇഞ്ച് 2 ഇഞ്ചസ് മാക്സിമം ഇറക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി അത് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ നേരെ 2 ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം
കറക്റ്റ് നമ്മൾ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഫ്രണ്ടിൽ മാത്രമാണ് കുറച്ച് നീക്കിയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് സ്ലീവും ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഞാൻ ഇതുപോലെ മെയിൻ ഫാബ്രിക്കിലെ ലൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡൊക്കെ വെച്ചിട്ട് നെക്ക് അടിച്ച് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നീറ്റാക്കി ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണ്, അപ്പം നെക്ക് അങ്ങനെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുന്നു, എന്നിട്ട് കറക്റ്റ് ഷേപ്പിൽ കൂടെ അടിക്കുന്നു, കട്ടിട്ട് കൊടുക്കും, തിരിച്ചിടുന്നു. അടുത്തത് നമ്മൾ ഇനി ഈ ഷോൾഡറിൻ്റെ ഒരു ഹാഫ് മീൻസ് ആം ഹോളിൻ്റെ ഒരു ഹാഫ് ഭാഗത്തു നിന്ന് നമ്മളിതുപോലെ സൈഡിലേക്ക് ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പം എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രണ്ടിലെ ഈ മെയിൻ ഫാബ്രിക് കുറച്ച് കൂടുതലാണല്ലേ, കാരണം ഒരു 6 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ബോക്സിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് തന്നെ കറക്റ്റാക്കി പിടിച്ചിട്ട് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 2 സൈഡും ഒരേപോലെ വെച്ചിട്ട് താഴ്ത്തിക്ക് ഇങ്ങനെ ലൈനിങ്ങും ചേർത്തിട്ടാണ് ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. ആം ഹോളിൻ്റെ പകുതിനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഷോൾഡറും കൂടി ചേർത്ത് വെച്ചിട്ട് മറിച്ചിട്ട് അടിക്കല്ലേ, ആ ഒരു ഷോൾഡറിൻ്റെ സീം ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരു 1/2 ഇഞ്ച് ആം ഹോള് ഒന്ന് ഇറക്കി ഇതുപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡേഴ്സ് തമ്മിൽ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, അത് വേണമെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ ബാക്കും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും പിന്നെ മെയിൻ ഫാബ്രിക്കിൻ്റെയും താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ലൈനിങ്ങിൻ്റെ ഭാഗം ആദ്യം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടേക്കാം. കാരണം ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി സൈഡിൽ കൂടി അടിച്ചടിച്ചടിച്ച് വരില്ലേ, ഇപ്പോൾ താഴത്തെത്തുമ്പോഴത്തേനും ഒരു 1 ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടിക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇനി ഇതാ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. മെയിൻ ഫാബ്രിക്കുകൾ തമ്മിൽ മെയിൻ സൈഡുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനെ നിവർത്തി പിടിക്കുക. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കുമായിട്ട് നേരെ ഒന്ന് നിവർത്തുക. അപ്പം മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, ആ മടക്ക് നിവർത്തണം. അത് നിവർത്തി പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗമല്ലേ അത് കറക്റ്റായിട്ട് ഒരേപോലെ വരണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളിതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ഒരെണ്ണം ബാക്കിലേക്കും ഒരെണ്ണം കയറിയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ സീമായിരിക്കുക, വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. തുടക്കത്തിലൊക്കെ എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെയ്ത് കുറച്ച് എനിക്ക് ആ ഒരു ഫ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1-2 പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് നീറ്റാക്കി പിടിച്ച് സ്ലോവിൽ ചെയ്തെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റാക്കി പിടിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ എടുക്കണം അത് നേരെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ. 2 സൈഡും 2 ഷോൾഡറും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഒന്നും കൂടിയും ക്ലോസ് ആയിട്ട് കാണണമെങ്കിൽ ഇതാ ഇതുപോലെ കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം നേരെയാക്കി പിടിക്കുക, പിൻ ചെയ്യുക. അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഭാഗം നേരെയാക്കി പിടിക്കുക, ഒന്ന് പിൻ ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ആണല്ലോ ഷോൾഡറിൽ സിമ് വിട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതൊന്ന് നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും ഷോൾഡറിൻ്റെ സീമൊന്നും കാണാതെ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. അപ്പം കാണാനൊരു രസമായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലോക്ക് ചെയ്തെടുക്കുമ്പോൾ നീറ്റാവും, പക്ഷേ എന്നാലും അതിൻ്റെ എഡ്ജസ് പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് പൊക്കോളും. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കുർത്തീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 3 മീറ്റർ 3.5 മീറ്ററൊക്കെ ഫാബ്രിക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം ഇതിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നു 2.5 ഒക്കെ കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ അത് കാരണം സ്ലീവ് ഒക്കെ ചിലർക്ക് 3/4 വേണം, ഫുൾ സ്ലീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അവർക്ക് 3/4 സ്ലീവാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇതിൽ കുറേ ജോയിൻസ് ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് സ്ലീവ് ചെയ്യാൻ പറ്റിയത് കേട്ടോ, കാരണം അത്രയും ഫാബ്രിക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ജോയിനൊക്കെ ചെയ്തിട്ട് ശീലമുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പം എനിക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് സ്ലീവ് ഇടുന്നത് അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം പിന്നെ കസ്റ്റമർക്ക് അങ്ങനെ പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പം ഇതുപോലെയുള്ള കുർത്തീസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം
ഫാബ്രിക് ഇതിനനുസരിച്ചിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലീവ് നമ്മൾ നേരെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാർക്കിങ്ങിൽ ഷോൾഡറിലായിട്ട് വെച്ചിട്ട് ഓരോ സൈഡിലേക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ ഒരു സീമ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. അതുപോലെ തന്നെ ചെയ്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് താഴത്തെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യലാണ് അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത്. ഈ ഒരു ഫാബ്രിക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള ഒരു ലൈറ്റ് യെല്ലോ ആണ്. അതിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ ഒരു കളർ ഒരു ഡൈ ചെയ്യുമ്പം ഇങ്ങനെ ഒരു കളർ ഡിഫറൻസ് അങ്ങനെ വരും, അതുപോലെ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിൽ വന്നിരിക്കുന്ന കുറേ കളേഴ്സിൻ്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻസ് അതും നല്ല രസമായിട്ടുണ്ട്. നല്ലൊരു കളർ കോംബോ, യെല്ലോയിലും ബ്ലൂവും പിങ്കും ഗ്രീനും എല്ലാതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് കളർ ഓഫ് പാൻറ്റും അല്ലെങ്കിൽ ഷോളോ ഇടണമെങ്കിൽ ഷോള് എന്ത് കളർ വേണമെങ്കിലും പെയർ ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ സ്ലീവിന് എത്രയാണ് വിത്തൊക്കെ കൊടുക്കേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലൂടെ തന്നെ നേരെ അടിച്ചു വരാം. ഇനിയിപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ചസ് സീമാണ് എല്ലാ സ്ലീവ് കഴിഞ്ഞിട്ട് ബാക്കി ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചസ് സീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ചസ് സീമിൽ കൂടെ കറക്റ്റായിട്ട് 2 ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് സീം കൊടുക്കുക. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്ത് താഴത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ചോളാണ് സീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചിൽ കൂടെ തന്നെ താഴത്തേക്ക് ഏറ്റവും അടിഭാഗം വരെ ചേർത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുർത്തിൻ്റെ പരിപാടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കാം. അങ്ങനെ നമ്മൾ 2 ഭാഗവും സ്ലീവും അറ്റാച്ച് ചെയ്തു. 2 ഭാഗത്തു കൂടെ മാർക്കിംഗ് കൂടെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്ത് നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് റെഡി ആയിട്ടുണ്ട്. ഇനി പ്രോപ്പറായിട്ട് അയൺ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഓൾറെഡി തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കാണിച്ചിരുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണിച്ചു തരാണ്. ഫ്രണ്ട് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ബാക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.